ട്രിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രിക്സിൻ്റെ നിരവധി സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളുകളായിട്ട് എനിക്ക് നിരന്തരം അയച്ചു തരുന്നൊരു വീഡിയോയാണ് കിഡ്നിയിലെ കല്ല് ഓപ്പറേഷൻ കൂടാതെ അതല്ലെങ്കിൽ മരുന്ന് കൂടാതെ പുറത്തെടുക്കുന്ന ഒരു അത്ഭുത ചികിത്സാ രീതി. അതായത് വെറുതെ കൈ ഉപയോഗിച്ച് അതല്ലെങ്കിൽ വായു ഉപയോഗിച്ച് അതല്ലെങ്കിൽ ചെറിയൊരു പൈപ്പൊക്കെ ഉപയോഗിച്ച് ആ വയറിൻ്റെ ആ ഭാഗത്ത് വെച്ചുകൊണ്ട് അവർ ആ വായിലൂടെ അതല്ലെങ്കിൽ കയ്യിലൂടെയൊക്കെ ആയിട്ട് ആ കിഡ്നിയിലെ കല്ല് പുറത്തെടുക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഓപ്പറേഷനോ മരുന്നോ ഒന്നും തന്നെ കൂടാതെയാണ് അങ്ങനെ പുറത്തെടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വയനാട് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള നിരവധി ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ കിഡ്നിയിലെ കല്ലെടുക്കുന്നതിന് വേണ്ടി ഇത്തരക്കാരെ സമീപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രിക്സ് ചാനലിന് എന്താണ് പറയാനുള്ളത് എന്നാണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് നമുക്ക് ഈ വീഡിയോ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. വീഡിയോ നമുക്കൊന്ന് കാണാം. മൂപ്പർക്കും കല്ലുണ്ട്. ഇപ്പോൾ കുറേ കാലം മുന്നേ സ്കാൻ ചെയ്താ ഒന്നെടുത്തോ. കളയത് മൂപ്പർക്ക് തൂക്കണം. ഫോട്ടോ എടുത്തിട്ട് बच्चा क्या विशाल आ गया उधर नहीं गया पैरों पर दिया ना उधर उधर അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞു. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും നേരത്തെ തന്നെ കണ്ടിരിക്കാൻ സാധ്യതയുള്ള വീഡിയോകളാണ് ഇതെല്ലാം തന്നെ. അതല്ലെങ്കിൽ നിങ്ങൾ പലരും ഇത്തരത്തിലുള്ള ചികിത്സയ്ക്കൊക്കെ വിധേയരായിട്ടുള്ള ആളുകളും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഏകദേശം ഒരു 6 വർഷത്തോളമായിട്ട് ഞാൻ ഈ കിഡ്നി അസുഖവുമായി ബന്ധപ്പെട്ട്, ഡയാലിസിസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കിഡ്നി രോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മളുടെ ഡ്രീം ടീം ഇവൻറ്റ്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഏകദേശം 3 പേര് ഈ ഡയാലിസിസ് രോഗികളുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ പല രീതിയിലും നമ്മളിതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധികാരികമായി തന്നെ എനിക്ക് പറയാൻ സാധിക്കും, ഇത് വെറും തട്ടിപ്പ് മാത്രമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ചികിത്സാ രീതികളും 100% തട്ടിപ്പ് തന്നെയാണെന്ന് ഉറപ്പിച്ച് ആദ്യം തന്നെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ അത്ഭുത ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രക്രിയ, അതായത് അവർ ചെയ്യുന്ന ഈ അത്ഭുത ചികിത്സ, അത് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിലൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. നമുക്ക് അങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കാണിക്കുകയാണ്. കാരണം എൻ്റെ കയ്യിലൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കൈ കാണിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ഈ ചികിത്സ ചെയ്യുന്ന ആളുകളൊന്നും തന്നെ ഇതേ രീതിയിൽ ഇങ്ങനെ കൈയൊന്നും കാണിച്ചു തരുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിശ്വസനീയമാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കൈ കാണിക്കുന്നത്. കയ്യിലൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഈ കൈയിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഞാനിത് എടുക്കാൻ പോകുന്നത്, അതായത് കല്ലെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, കയ്യിലൊന്നും തന്നെ ഇല്ല. നോക്കാം, ഈ ഭാഗത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ ഒരു വയറിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ എൻ്റെ ഈ കയ്യിൽ നിന്നും അതെടുത്ത് കാണിക്കാം. ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ 2 കല്ല് ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ കൈ ഉപയോഗിച്ചല്ലാതെ തന്നെ വായു ഉപയോഗിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് കൂടുതലായിട്ടും തമിഴ്നാട്ടിലാണ് അത്തരത്തിലുള്ള ആളുകളുള്ളത്. അപ്പോൾ എന്തായാലും അവരെങ്ങനെയാണ് വായു ഉപയോഗിച്ച് ആ കല്ല് പുറത്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ കൈയിൻ്റെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് എടുക്കാം. കണ്ടില്ലേ, 2 കല്ലുകളാണ് എടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു രീതിയാണ് പൈപ്പ് ഉപയോഗിച്ച്, അതായത് ഇതേ രീതിയിലുള്ളൊരു പൈപ്പ്, ഇതിലൊന്നും തന്നെ ഇല്ല, കണ്ടില്ലേ, ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലിയായിട്ടുള്ളൊരു പൈപ്പാണ്. ഈ പൈപ്പും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു കല്ല് വന്നിരിക്കുകയാണ്. വീണ്ടും കാണിക്കാം. കണ്ടില്ലേ, രണ്ടാമത്തെ കല്ല്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ അത്ഭുത ചികിത്സക്കാരും കല്ലുകൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് നല്ല രീതിയിലുള്ള പരിശീലനമുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ. അത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരം തട്ടിപ്പുകളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് നോക്കാം. ഞാൻ ഇതിനുപയോഗിച്ചത് കല്ലല്ല, ശരിക്കും ഞാൻ ചെറുപയറാണ് ഇതിന് ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഒരു ചെറുപയർ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഒരു ചെറുപയർ. നമ്മളിതാ ഇതേ രീതിയിൽ ഇങ്ങനെ, ഞാൻ മുൻപുള്ള ഒരു എപ്പിസോഡിൽ വിശദീകരിച്ചതാണ്. കാരണം ആൾദൈവങ്ങളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആൾദൈവങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുക്കുന്നത് എന്ന് ഞാൻ വിവരിച്ചിരുന്നതാണ്. അതേ രീതിയിൽ തന്നെയുള്ള ചെറിയൊരു ട്രിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ചെറുപയർ ഇതേ രീതിയിൽ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പരിശീലനം നേടിയ ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്ത് 1, 2, 3 നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ചെറിയ തോതിൽ ഇങ്ങനെ സൂക്ഷിക്കാം കണ്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, ഈ ഭാഗം കാണിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് കൈയൊക്കെ മൂവ് ചെയ്താലൊന്നും അത് നല്ല രീതിയിലുള്ള പരിശീലനം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ അതിരുന്നോളും. അപ്പോൾ ഈ രഹസ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇതേ രീതിയിൽ ഇങ്ങനെ കയ്യിൽ നിന്നും എടുക്കുന്നു. അതിനുശേഷം ഈ പാത്രത്തിലേക്ക് ഇടുന്നു. ഇനി വായു ഉപയോഗിച്ച് കിഡ്നി കല്ലെടുക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതുപയറാണ്, ഇത് വായിലിടുകയാണ് കണ്ടോ. വായിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ഓരോന്നായിട്ട് എനിക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, 1 വന്നു, 2 വന്നു, 3 വന്നു. അതുപോലെ തന്നെ പൈപ്പ് ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം വായിൽ നേരത്തെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന കല്ലുകളാണ് അവർ പുറത്തെടുക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു മാർഗ്ഗം മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഒരു മെത്തേഡാണ്. ഇത് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ആളുകളെ കബളിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിച്ച രഹസ്യങ്ങളല്ലാതെ തന്നെ മറ്റു പല രഹസ്യങ്ങൾ ഉപയോഗിച്ചു ഇതേ രീതിയിൽ തന്നെ ആളുകളെ കബളിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ കണ്ട വീഡിയോകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള രഹസ്യങ്ങളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ ബിനു ഉപേന്ദ്രൻ, അദ്ദേഹം നെഫ്രോളജിസ്റ്റാണ്, അതായത് കിഡ്നി രോഗ വിദഗ്ധനാണ്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എന്തായാലും അദ്ദേഹം ട്രിക്സിൻ്റെ എപ്പിസോഡുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനു ഉപേന്ദ്രൻ, ലൂർദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. മിസ്റ്റർ ഫാസിൽ ബഷീർ എൻ്റെ വളരെ കാലത്തെ സുഹൃത്താണ്. ഇദ്ദേഹം ഇവിടുത്തെ ഡയാലിസിസ് രോഗികൾക്ക് പല സഹായങ്ങളുമായിട്ട് വരാറുണ്ട്. പാവപ്പെട്ട നിർധനരായ കുടുംബങ്ങൾ പലരും ഡയാലിസിന് വരുന്നുണ്ട്. ഇത്തരം ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഡയാമിത്ര എന്ന പ്രോഗ്രാമിൽ വളരെയധികം സഹായം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ട്രിക്സ് എന്ന ഈ പ്രോഗ്രാം ഞാൻ സ്ഥിരമായി കാണാറുള്ളതാണ്. ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകൾ നേരുന്നു. മൂത്രാശയത്തിലെ കല്ല് ഉണ്ടാവുന്നത് കിഡ്നിയിൽ തന്നെയാണ്. അത് ശരീരത്തിൻ്റെ നടുവിൻ്റെ 2 ഭാഗത്തായിട്ടിരിക്കുന്ന 2 അവയവങ്ങളാണ് വൃക്കകൾ. ഒരാൾക്ക് 2 വൃക്കകളുണ്ട്. ആദ്യമേ കല്ലുണ്ടാവുന്നത് വൃക്കകളിലാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം വൃക്കകളിലാണ് കല്ലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പലപ്പോഴും നടുവേദനയായിട്ടാണ് വൃക്കകളിലെ കല്ലുകളുടെ രോഗലക്ഷണമായി തുടരുന്നത്. ആ കല്ല് അവിടെ നിന്ന് ഇറങ്ങി മൂത്രനാളിയിൽ കൂടി, അതായത് യൂറിറ്ററിൽ കൂടെ മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നു. കല്ല് സഞ്ചരിക്കുന്ന ആ വഴിയെല്ലാം വേദന ഉണ്ടാവാവുന്നതാണ്. പലപ്പോഴും കല്ല് വൃക്കകളിൽ നിന്നും ഇറങ്ങി മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നത് വരെയും വയറിൻ്റെ സൈഡുകളിലാണ് വേദന ഉണ്ടാവുക. ഈ വേദനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തുടരെയുള്ള വേദനയല്ല, ഇടയ്ക്കിടയ്ക്കായിട്ടുണ്ടാകുന്ന വേദനയാണ്.
പിന്നീട് കല്ല് അവിടെ നിന്ന് മൂത്രസഞ്ചിയിലെത്തുകയും മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രനാളി വഴി പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് പതിവ്. മൂത്രനാളിയിലെത്തുമ്പോഴാണ് മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മൂത്രത്തിൽ കൂടി രക്തം പോവുക, അടിവയറിൽ വേദന, ഇതൊക്കെ ഉണ്ടാവുക. പലപ്പോഴും ഈ കല്ലുകൾ 10 മില്ലിമീറ്ററിൽ താഴെയാണെങ്കിൽ അത് മൂത്രത്തിൽ കൂടെ ഇങ്ങ് വരുന്നതായി കാണുന്നു. അതിൽ കൂടുതലുള്ള കല്ലുകൾ പലപ്പോഴും തങ്ങിയിരുന്ന് വൃക്ക പരാജയത്തിലേക്ക് എത്തുന്നു. ഇത്തരം കല്ലുകൾ പുറത്തെടുക്കാൻ 3 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ഓപ്പറേഷൻ മുഖേന. ഇത് കൂടാതെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴിയും അത്തരം കല്ലുകൾ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ചികിത്സാ രീതി എന്ന് വെച്ചാൽ മൂത്രനാളിയിൽ കൂടെ ട്യൂബിട്ട് ഈ കല്ല്, വൃക്കകൾ ഉൽപ്പാദിക്കപ്പെടുന്ന കല്ലുകൾ യൂറിറ്ററിൽ കൂടെ മൂത്രസഞ്ചിയിലെത്തുന്ന അവിടെ എവിടെയും ഉടക്കി നിൽക്കുകയാണെങ്കിൽ മൂത്രനാളിയിൽ കൂടെ ട്യൂബിട്ട് അത് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ സാധാരണയുള്ള മൂത്രാശയത്തിലെ കല്ലുകൾ പുറത്തെടുക്കുക. കല്ലുകൾ പലതരം കല്ലുകളുണ്ട്. ഒരു വൃത്തികെട്ട രൂപത്തിലുള്ള കല്ലുണ്ട്, അതിനെയാണ് ഓക്സലേറ്റ് സ്റ്റോൺ എന്ന് പറയുക. ഇത് കൂടാതെ പൊടിഞ്ഞു പോകുന്ന മണ്ണ് പോലിരിക്കുന്ന കല്ലുണ്ട്, അതാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത് ഓക്സലേറ്റ് സ്റ്റോണാണ്. ഏകദേശം 90% ഓക്സലേറ്റ് സ്റ്റോണാണ്. ഇത് വളരെ കട്ടിയുള്ള കല്ലായിട്ട് തന്നെ കാണുന്ന വസ്തുക്കളാണ്. ഇതിൻ്റെ പുറത്ത് മുള്ള് പോലെ ഇരിക്കുന്നതാണ്. പലപ്പോഴും അത് ഉടക്കിയിരിക്കും. അതാണ് ഓക്സലേറ്റ് സ്റ്റോൺ. അപ്പോൾ ഓക്സലേറ്റ് സ്റ്റോൺ പലപ്പോഴും ഓപ്പറേഷൻ മുഖേനോ അല്ലെങ്കിൽ യൂറിട്രോസ്കോപ്പി മുഖേനയോ അത് പുറത്തെടുക്കാൻ സാധിക്കാറുള്ളൂ. ഇത്തരം അനേകം വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നുണ്ട്. ഇതിൽ യാതൊരു വാസ്തവമില്ല. ഓപ്പറേഷനിൽ കൂടെയോ അല്ലെങ്കിൽ മൂത്രനാളിയിൽ കൂടെ ട്യൂബിട്ടോ മാത്രമാണ് ഇത്തരം വലിപ്പമുള്ള കല്ലുകൾ പുറത്തെടുക്കാൻ സാധിക്കുക. ഇനി ആരെങ്കിലും കിഡ്നി സ്റ്റോൺ എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഇനി ഈ വീഡിയോയുടെ താഴെയും ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അനുഭവം പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കിഡ്നി സ്റ്റോൺ ഇതേ രീതിയിൽ എടുത്ത് മാറ്റിയതാണ്, എനിക്ക് അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരക്കാർ ഇനി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കല്ല് വാങ്ങിക്കൊണ്ടുവരിക. അതിനുശേഷം അത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിന്നും, അതായത് കിഡ്നിക്കുള്ളിൽ നിന്നും വന്ന കല്ലാണോ അതല്ല പുറത്തുനിന്ന് എടുത്ത കല്ലാണോ എന്ന് ആ ഒരു ടെസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ബോധ്യപ്പെടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ അവതരിപ്പിച്ച വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ആരും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കുക. ഇത്തരത്തിലുള്ള അത്ഭുത വീഡിയോകൾ അതല്ലെങ്കിൽ വ്യാജ വാർത്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതൊന്നുകിൽ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ബോധ്യപ്പെടുത്താനോ അതല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി തരാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ ഫയലുകൾ ഉപയോഗിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നത് മാത്രമേ ട്രിക്സിൻ്റെ എപ്പിസോഡുകളിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്രിക്സിൻ്റെ ഇന്നത്തെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി ഈ വീഡിയോ കാണുന്നവരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ ലൈക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ അത്ഭുതകരമായ കാഴ്ചകളും അതിൻ്റെ രഹസ്യങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.